നമസ്കാരം. കൊച്ചിയിൽ രാത്രി സ്ത്രീയെ വീട്ടിലെത്തിച്ച് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നു. ഒടുവിൽ മദ്യലഹരിയിൽ വഴിയരികിൽ മൃതദേഹവുമായി ഇരുന്ന് പുലർച്ചെ വരെ ഉറങ്ങിത്തീർത്ത ക്രൂരനായിട്ടുള്ള സൈക്കോപാത്ത്. യുവതിയെ അതിനിഷ്ഠൂരമായി പീഡിപ്പിച്ച യുവമോർച്ച നേതാവിനെതിരെ ഇപ്പോൾ ഒന്നിലേറെ പരാതികൾ. തനിക്കൊപ്പം ജീവിക്കുന്ന ആളുടെ ജീവിത പശ്ചാത്തലമൊന്നും അറിയാതെ ഒപ്പം കൂടുന്ന യുവതികൾ ഇനിയെങ്കിലും പാഠമാക്കേണ്ട സംഭവങ്ങളാണ്. അധ്യാപകർ ഒന്ന് വഴക്കു പറഞ്ഞതിന് സ്കൂളുകൾ അടിച്ചു തകർത്ത് പ്രതികാരം തീർക്കുന്ന കൗമാരക്കാർ. ഈ അതിക്രമങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്നതാണ് ചോദ്യം. ഇന്നത്തെ പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. കൊച്ചി മാത്രമല്ല, കേരളമാകെ ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു. കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ വഴിയിൽ തള്ളി. രാത്രി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സ്ത്രീയുമായി പണത്തിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും ഒടുവിൽ വീട്ടുടമസ്ഥൻ അതിക്രൂരമായി കൊല്ലുകയുമായിരുന്നു. സംഭവത്തിൽ കോന്തുരുത്തി സ്വദേശി ജോർജ് കസ്റ്റഡിയിലായി. മദ്യലഹരിയിലായിരുന്ന പ്രതി മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തെത്തിക്കുകയും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തതാണ് അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കിയത്. ഇന്ന് രാവിലെ 6:20 തേവര കോന്തുരുത്തിയിൽ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മസേനാംഗം കണ്ട കാഴ്ച ഇതാണ്. വീട്ടുടമ ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ചോരയിൽ കുളിച്ച് അർദ്ധനഗ്നയായി ചാക്കുകൊണ്ട് മൂടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം. തൊട്ടടുത്ത് ജോർജ് അബോധാവസ്ഥയിൽ മതിലിൽ ചാരിയിരിക്കുന്നു. രാവിലെ ഒരു 6 മണിക്ക് നമ്മുടെ മണിച്ചേച്ചി ഉണ്ട്, അതായത് ഹരിതകർമ്മസേനയിലെ വേസ്റ്റ് എടുക്കാവുന്ന ചേച്ചിയാണ്. ആ ചേച്ചി ഈ സംഭവം കണ്ടിട്ട് കൌൺസിലറെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പെൻസി ചേച്ചി കൌൺസിലർ ഇവിടെ സ്പോട്ടിലൂടെ എത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് സിനീഷനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കോൺടാക്ട് ആയി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായുള്ളൂ. ഞാൻ പെൻസി ചേച്ചി, പിന്നെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസുകാർ വന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചാരിയിരിക്കുന്നു. ബോഡി അവിടെ ഹാഫ് നേക്കഡായിട്ട് ചാക്ക് കയറ്റിയ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നു. പുള്ളി അവിടെ മതിൽ ചാരിന്ന് ഉറങ്ങണമായിരുന്നു. 7 മണിക്ക് പോലീസിൽ വിവരമെത്തി. അതോടെ പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നാട്ടുകാർ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് ഓർത്തെടുക്കുകയാണ്. പോലീസുകാർ വന്നു. വേഗം പോലീസ് അപ്പം തന്നെ പുള്ളിനെ കസ്റ്റഡിയിലെടുത്തു, എഴുന്നേപ്പിച്ചു നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നെ ബാക്കി അത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കും. ഞങ്ങൾക്ക് ഇൻക്വസ്റ്റ് ചെയ്യാനായിട്ട് കയറി കണ്ടു. ഏകദേശം 45-50 പ്രായമുള്ളൊരു സ്ത്രീയാണ്. തലയിലൊക്കെ നല്ല മുറിവുണ്ട്, ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ നല്ല മുറിവുണ്ട്. പുള്ളി ബെഡ്റൂമിൽ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവന്ന പാടുകളുണ്ടെന്നാണ് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്. വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴേക്കും പുള്ളി മദ്യലഹരിയിൽ ടയർഡായി ഇരുന്ന് പോയി. അതുകൊണ്ട് പുള്ളിനെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട്, കാരണം അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടാലും അന്വേഷണം മിസ്ലീഡായി പോകാൻ. പോലീസുകാർ പിന്നെ പെട്ടെന്ന് എല്ലാവരും ഒരു സ്പോട്ടിലെത്തി വേഗം എല്ലാം ചെക്ക് ചെയ്തു, നല്ല രീതിയിൽ സഹകരിച്ചു. ഇന്നലെ രാത്രി ഭാര്യയും മകളും ഇടുക്കിയിൽ പോയ സമയത്താണ് ജോർജ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ലൈംഗിക തൊഴിലാളിയാണ്. വീട്ടിലെത്തിയ ശേഷം ഇവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോർജ് കയ്യിൽ കിട്ടിയ കമ്പിപ്പാരയെടുത്ത് സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് തെളിവടക്കം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ജോർജ് കുറ്റം സമ്മതിച്ചു. കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം ഇന്നലെ വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കിടന്നത്. മൃതദേഹം മറവ് ചെയ്യാൻ രാത്രിയിൽ സുഹൃത്തുക്കളെ സഹായത്തിന് സമീപിക്കുകയും അതുപോലെ ചാക്ക് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തിന്റെ കടയിലെത്തുകയും ചെയ്തിരുന്നുവെന്നും നാട്ടുകാർ ബോധ്യപ്പെടുത്തുന്നു. വെളുപ്പിനെ പുള്ളി ഒരു 4:30 ആയപ്പോൾ ഇവിടെ കൂടി നടക്കണ്ടായിരുന്നു. അതായത് ഒരു ചാക്ക് വേണം, വീട്ടിൽ പട്ടി ചത്തിട്ടുണ്ട്, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചാക്ക് വേണമെന്ന് അന്വേഷിച്ച് നടക്കണമായിരുന്നു. അങ്ങനെ പുള്ളി കുറേ നേരം നടന്ന് അവിടെ ഇവിടെ കടന്ന അവസാനം ഇവിടെ വെളുപ്പിനെ അപ്പം വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ കട നേരത്തെ തുറക്കും. അവിടെ ചെന്ന് 2 ചാക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് തന്നെ ആയിരിക്കും പറഞ്ഞേക്കണത്. കള്ളത്തരം പറഞ്ഞ് മറ്റേ പട്ടി ചത്തെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആ
കച്ചവടത്തിന്റെ നിരയിൽ പുള്ളി പരിചയക്കാരനായതുകൊണ്ട് ചാക്കെടുത്ത് പുള്ളി കൊടുത്ത് പുള്ളിയാണ്ട് ഈ സംഭവം അറിഞ്ഞ് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്റെ കട ചാക്ക് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. 63-കാരനായ ഹോം നഴ്സായ ജോർജ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ലെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ മൃതദേഹത്തിന് അടുത്ത് ഇരുന്നു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായതുകൊണ്ടാണ് പോലീസിന് അധികം ബുദ്ധിമുട്ടാതെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കഴിഞ്ഞ ദിവസമാണ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോപു പരമശിവത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്ത കേരളം കേട്ടത്. പങ്കാളിയായ യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡനം സഹിക്കാനാവാതെ യുവതി പോലീസിനെ സമീപിക്കുകയുമായിരുന്നു. യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ ഗോപുവിനെതിരെ കൂടുതൽ പരാതികൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഗോപു തന്നെയും ഭർത്താവിനെയും ജാതീയമായി അധിക്ഷേപിച്ചു എന്നാരോപിച്ച് BJP വനിതാ നേതാവ് ലിജി പോലീസിൽ പരാതി നൽകി. ഗോപു സാമ്പത്തിക തട്ടിപ്പും നടത്തിയെന്നും ആരോപണമുണ്ട്. താൻ BJP ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ലിജി ആരോപിക്കുന്നു. പരാതികൾക്ക് പിന്നാലെ ഗോപുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അവൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ BJP ഓഫീസിൽ നിന്ന് പുറത്താക്കുക ചെയ്തത്. ജോലി കളയിച്ച് എന്നെ പുറത്താക്കുക ചെയ്തത്. പങ്കാളിയെ യുവമോർച്ച നേതാവ് ഗോപു പരമശിവം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ശരീരമാസകലം രക്തം പൊടിയുന്ന രീതിയിൽ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഗോപു പരമശിവത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഗോപു പരമശിവത്തിനെതിരെ കൂടുതൽ പരാതി BJPയിൽ നിന്ന് തന്നെ ഉയരുകയാണ്. ഗോപു തന്നെയും ഭർത്താവിനെയും ജാതീയമായി ആക്ഷേപിച്ചുവെന്ന് BJP വനിതാ നേതാവ് ലിജി പരാതി നൽകി. ഗോപു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും തള്ളിക്കളഞ്ഞുവെന്നാണ് ആരോപണം. ഈ 25 ആയപ്പോഴും വീണ്ടും ഇങ്ങനെ എന്നെപ്പറ്റി അനാവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അതും ഞാൻ വിളിച്ച് പറഞ്ഞു. ഞാൻ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവനെ സംരക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് തന്നെയാണെന്ന് ഉറപ്പായത്. ആ ഒരു ടൈമിനാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ വിഷയം ഞാൻ നേരത്തെ ഇവരോടൊക്കെ ഉന്നയിച്ചിട്ട് ആരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനോ പാർട്ടിയുടെ നേതാക്കന്മാരായ പലരോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പരാതി ഉയർന്നതോടെ ഗോപുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി BJP ജില്ലാ നേതൃത്വം അറിയിച്ചു. അതേസമയം ഗോപുവിനെതിരായ പരാതിയിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് മർദ്ദനത്തിനിരയായ യുവതിയുടെ തീരുമാനം. ആദ്യ ബന്ധത്തിലെ കുട്ടിയെ കാണാൻ അനുവദിച്ചില്ലെന്നും വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ലെന്നും ഇവർ പറയുന്നു. മൊബൈൽ ചാർജർ പൊട്ടുന്നതുവരെയായിരുന്നു മർദ്ദനമെന്നും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നടന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇനി പോലീസ് പെട്ടത്. സ്പായിൽ പോയ വിവരം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സഹപ്രവർത്തകനായ CPOയിൽ നിന്ന് SI 4 ലക്ഷം രൂപ തട്ടിയത്. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവാണ് സംഭവത്തിലെ വില്ലൻ. CPO സ്പായിൽ വന്നുപോയതിനു പിന്നാലെ മാല നഷ്ടമായെന്ന ജീവനക്കാരിയുടെ പരാതിയാണ് ബിജു ആയുധമാക്കിയത്. സ്പായിലെ യുവതിയടക്കം 3 പേർ കേസിൽ പ്രതികളാണ്. എറണാകുളം കോസ്റ്റൽ സ്റ്റേഷനിലെ പോലീസുകാരൻ പാലാരിവട്ടത്തെ ഒരു സ്പായിൽ പോയിരുന്നു. സ്പായിൽ നിന്നും മടങ്ങിയ ശേഷം അവിടെയുള്ള ജീവനക്കാരി തന്റെ മാല കാണാതെ പോയെന്നും അത് CPO മോഷ്ടിച്ചു എന്നാരോപിച്ച് ഫോൺ വിളിച്ചു. തുടർന്ന് ജീവനക്കാരി പരാതി നൽകുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബിജു ഇടപെടുകയായിരുന്നു. അവർ ചോദിക്കുന്ന പണം നൽകണമെന്നും വീട്ടിലറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നും SI ബിജു CPOയോട് പറഞ്ഞു. തുടർന്ന് CPOയിൽ നിന്നും 4 ലക്ഷം രൂപയാണ് യുവതിയും SIയും ചേർന്ന് തട്ടിയെടുത്തത്. SIയുടെ നടപടിയിൽ സംശയം തോന്നിയ CPO നടത്തിയ അന്വേഷണത്തിൽ മുൻപും ബിജു ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയെന്ന് മനസ്സിലായി. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ CPO പാലാരിവട്ടം പോലീസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. പിന്നാലെ SIക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേസിൽ സ്പാ നടത്തുന്ന യുവതി അടക്കം 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. SI ബിജുവിനെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും.
നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെയായി മാറിയാൽ അതിനെ ഞെട്ടിപ്പിക്കുന്നത് എന്ന ഒറ്റ വാക്കിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. സംഭവം അതിങ്ങനെയാണ്. തിരുവനന്തപുരം വർക്കലയിൽ +1 വിദ്യാർത്ഥിയെ അധ്യാപകർ വഴക്കു പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ സുഹൃത്തുക്കളായ 18 വയസ്സ് പ്രായമുള്ള 3 അംഗ സംഘം അടിച്ചു തകർത്തത് പ്രദേശത്തെ 3 സർക്കാർ വിദ്യാലയങ്ങളാണ്. അക്രമി സംഘത്തെ വർക്കല പോലീസ് പിടികൂടി. നവംബർ 5-നാണ് സംഭവം. ചെറുനിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ അധ്യാപകർ വഴക്കു പറഞ്ഞതിലുള്ള വൈരാഗ്യം മൂലമാണ് 3 അംഗ സംഘം ഇരുട്ടിന്റെ മറവിൽ അക്രമം നടത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു. ചെറുനിയൂർ ഗവൺമെന്റ് LP സ്കൂൾ ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. കുട്ടികൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ടാപ്പുകൾ അടിച്ചു തകർത്തു. സ്കൂളുകളുടെ മുന്നിൽ അലങ്കാരത്തിനായി സ്ഥാപിച്ച ചെടികൾ തകർക്കുകയും സ്കൂളിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ചെറുനിയൂർ വെന്നിക്കോട് സ്വദേശികളായ 18 വയസ്സ് വീതമുള്ള ഷാനു, ശ്രീകുട്ടൻ, 17-കാരനായ +1 വിദ്യാർത്ഥി എന്നിവരെയാണ് വർക്കല പോലീസ് പിടികൂടിയത്. അധ്യാപകരുടെ പരാതിയിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. നഷ്ടപരിഹാര തുക കെട്ടിവെച്ചതിനെ തുടർന്ന് കർശന ഉപാധികളോടെ പ്രതികൾക്ക് കോടതി ജാമ്യം നൽകി. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇന്നത്തെ കല്യാണ ആഘോഷ രീതികളൊക്കെ പഴയതിനേക്കാളും ഏറെ മാറി. പുതുതലമുറ ആഘോഷത്തിന് പുതുവഴി തേടുമ്പോൾ അത് പലപ്പോഴും അവസാനിക്കുന്നത് അക്രമങ്ങളിലാണ്. തൃശൂർ ചെറുതുരുത്തിയിൽ വാഹനങ്ങളുമായി കല്യാണ സംഘം നടത്തിയ റോഡ് ഷോ അവസാനിച്ചത് കൂട്ടത്തല്ലിലാണ്. ഒടുവിൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് അക്രമികളെ ഓടിച്ചത്. പള്ളം സ്വദേശിയും ആറ്റൂർ സ്വദേശിനിയുടെയും കല്യാണത്തിനായി വന്ന ഒരു സംഘം യുവാക്കൾ വാഹനങ്ങളുമായി സംസ്ഥാന പാതയുടെ റോഡ് ഷോ നടത്തിയതോടെ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയായിരുന്നു. ഇതോടെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായി. ഇവരുടെ പിറകിൽ വന്നിരുന്ന വെട്ടിക്കാട്ടിരി ആലിക്കപ്പറമ്പിൽ ബഷീർ ടിപ്പറിന്റെ ഹോൺ മുഴക്കി ഇവരോട് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷങ്ങൾ ആരംഭിച്ചത്. കല്യാണ സംഘത്തിലെ ഒരു സംഘം യുവാക്കൾ ഇയാളെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തതായാണ് പരാതി. തുടർന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കയറിയ ഇവർ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ ഡ്രൈവറെ മർദ്ദിച്ചതിന് നാട്ടുകാർ ഇവരെ തടയുകയായിരുന്നു. ഇതോടെ സംഘർഷം കൂട്ടത്തല്ലിൽ അവസാനിച്ചു. പരസ്പരം കല്ലേറും മറ്റും ഉണ്ടായതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ചെറുതുരുത്തി പോലീസ് എത്തി ലാത്തി വീശിയാണ് ആളുകളെ പിരിച്ചുവിട്ടത്. ന്യൂസ് 18 തൃശൂർ. മദ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ എങ്ങനെ പെരുമാറുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നടുറോഡിലിരുന്ന ഒരു യുവാവ് മദ്യപിക്കുന്ന ദൃശ്യം നമ്മളൊക്കെ കണ്ടതാണ്. കോട്ടയം കറുകച്ചാലിൽ മദ്യലഹരിയിൽ വാഹനത്തിലെത്തിയ യുവാവ് വീട്ടിനുള്ളിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി. യുവാവ് വീട്ടിനുള്ളിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുമ്പോൾ അവിടെ ഒരു വയോധിക മാത്രമായിരുന്നു താമസം. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി പ്രിനോ ഫിലിപ്പാണ് അപകടമുണ്ടാക്കിയത്. മദ്യലഹരിയിലെത്തിയയാൾ അമിതവേഗത്തിൽ വാഹനം ഗേറ്റിടിച്ച് തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വ്യാഴാഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യം ഇപ്പോഴാണ് പുറത്തുവന്നത്. മക്കൾ വിദേശത്തായതിനാൽ വയോധിക മാത്രമാണ് ഈ വീട്ടിൽ താമസം. അപകടമറിഞ്ഞ ഉടൻ തന്നെ മക്കൾ CCTV ദൃശ്യം പരിശോധിക്കുകയായിരുന്നു. പ്രതിയെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രതിയുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് വൈകാതെ മോട്ടോർ വാഹന വകുപ്പ് കടന്നേക്കും. പ്രിനോ ഫിലിപ്പിനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാത്രി 11:30യോടെയായിരുന്നു വയോധിക മാത്രം താമസിക്കുന്ന ഈ വീടിന്റെ ഗേറ്റ് തകർത്ത് പ്രതി വാഹനം ഓടിച്ചു കയറ്റിയത്. കോട്ടയം. വാടക കെട്ടിടത്തിനുള്ളിൽ അഴുകിയ നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് തൃത്താല നീലിയാടാണ് സംഭവം. കല്ലൂർമ സ്വദേശി ശ്രീജിത്തിന്റെ മൃതദേഹമാണ് വാടക ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്.
രൂക്ഷമായിട്ടുള്ള ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. രാവിലെ മുതൽ കെട്ടിടത്തിന് സമീപം രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് മലപ്പുറം ജില്ലാതിർത്തിയായ നീലിയാടുള്ള വാടക ക്വാർട്ടേഴ്സിൽ കട്ടിലിൽ മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വാതിൽ ചാരിയിട്ട നിലയിലായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തിലധികമായി പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മരിച്ച കല്ലൂർമ സ്വദേശി പടിക്കൽ വീട്ടിൽ ശ്രീജിത്ത് 2 മാസത്തോളമായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. സ്വകാര്യ ഫർണിച്ചർ കമ്പനിയിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. 3 ദിവസത്തോളമായി ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ശ്രീജിത്ത് അസുഖബാധിതനായിരുന്നുവെന്നും മരുന്നുകൾ കഴിക്കാറുണ്ടെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം അഞ്ചലിൽ നിന്നുള്ള ഒരു മോഷണ വാർത്തയിലേക്കാണ്. കടം ചോദിച്ച് പണം കിട്ടാത്തതിന് വീട്ടിൽ കയറി വീട്ടമ്മയുടെ 3 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചു. ഒടുവിൽ മോഷ്ടാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. അഞ്ചൽ ആലഞ്ചേരി പുഞ്ചക്കണം സ്വദേശി സന്തോഷാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ പുഞ്ചക്കോണം ചരുവിള വീട്ടിൽ സൗദാമിനുടെ വീട്ടിൽ കയറിയാണ് കഴുത്തിൽ കിടന്ന 3 പവന്റെ സ്വർണ്ണമാല പ്രതി സന്തോഷ് കുമാർ പൊട്ടിച്ചത്. മോഷണ ശ്രമത്തിനിടയിൽ സൗദാമിനുടെ കഴുത്തിന് പരുക്കേറ്റു. സൗദാമിനുടെ നിലവിളി കേട്ട് പുറത്തു നിൽക്കുകയായിരുന്ന ഭർത്താവ് വാമദേവൻ ഓടിയെത്തി നാട്ടുകാരുടെ സഹായത്തോടുകൂടി പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും ആദ്യം മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് കള്ളൻ സന്തോഷാണെന്ന് തിരിച്ചറിഞ്ഞത്. നാട്ടുകാർ മോഷ്ടാവിനെ തിരക്കിയെത്തിയപ്പോൾ സന്തോഷിന്റെ ഭാര്യാപിതാവ് നാട്ടുകാരിൽ ഒരാളെ കമ്പുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കുകയും സ്വർണ്ണമാല കണ്ടെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് പണം കടം ചോദിച്ച് സന്തോഷ് സൗദാമിനുടെ വീട്ടിലെത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിൽകുമാറിനെയും ഡ്രൈവർ അജീഷിനെയും വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം കൊട്ടേഷനാണെന്ന് സംശയം. രാഗം തിയേറ്ററിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് കാരണമെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസമാണ് വടിവാളുമായി എത്തിയ സംഘം ഇരുവരെയും ആക്രമിച്ചത്. പ്രതികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെളപ്പായ റോഡ് ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് വ്യാഴാഴ്ച രാത്രി 9:30 സുനിലിനെയും ഡ്രൈവർ അജീഷിനെയും 3 അംഗ മുഖംമൂടി സംഘം ആക്രമിച്ചത്. എറണാകുളത്ത് നിന്ന് വെളപ്പായയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സമയത്തായിരുന്നു ആക്രമണം. തിയേറ്ററിന്റെ മുൻ ഉടമകളുമായി തർക്കം നിലവിലുണ്ടായിരുന്നെങ്കിലും സമീപകാലത്ത് ഒത്തുതീർപ്പിലെത്തിയിരുന്നു. രാഗം തിയേറ്ററിന്റെ തർക്കത്തിന്റെ പേരിൽ കൊട്ടേഷൻ ആക്രമണ സാധ്യതയുണ്ടെന്ന് സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സുനിൽ പറയുന്നു. പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീടിന്റെ ഗേറ്റ് തുറന്ന് കാർ അകത്തേക്ക് കയറ്റാൻ ഡ്രൈവർ അജീഷ് ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇരുളിൽ നിന്ന് 3 പേർ വടിവാളുമായി ഓടിയെത്തി വെട്ടുകയായിരുന്നു. സുനിൽ ഡോർ തുറക്കാൻ വിസമ്മതിച്ചപ്പോൾ ഗുണ്ടാസംഘം ചുറ്റികയിൽ തുണി ചുറ്റി കാറിന്റെ വശത്തെ ചില്ലടിച്ച് തകർത്തു. വടിവാളും കത്തിയും ഉപയോഗിച്ച് വണ്ടിക്കുള്ളിലിരുന്ന സുനിലിനെ വെട്ടുകയും കുത്തുകയും ചെയ്തു. തന്നെ വാഹനത്തിന്റെ ഉള്ളിലിട്ട് തീയിടാനായിരുന്നു ആക്രമികളുടെ ശ്രമമെന്നും സുനിൽ പറഞ്ഞു. ബഹളം കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും മുഖംമൂടി സംഘം ഓടിമറഞ്ഞു. നാട്ടുകാരാണ് ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വെട്ടേറ്റ് കയ്യിലെ അസ്ഥി പൊട്ടിയ അജീഷിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സുനിലിന്റെ ഇടതുകാലിൽ വെട്ടേറ്റ ഭാഗത്ത് 30ഓളം തുന്നലുണ്ട്. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് ഉള്ളിയത്തടുക്കയിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ 6 SDPI പ്രവർത്തകർ കസ്റ്റഡിയിലായി. ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിന് 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് സ്വമേധയാ കേസെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്.
പുളിയത്തടുക്ക ടൗണിൽ കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബാണ് ഒരു സംഘം തടഞ്ഞത്. മധൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. ജുമാ നിസ്കാര സമയത്ത് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച് വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. വനിതകളെ ഉൾപ്പെടെ ആക്രമിച്ചതിന് കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് സ്വമേധയാ കേസെടുത്തു. സർക്കാരിന്റെ ശുചിത്വ മിഷൻ പരിപാടിയാണെന്ന് സംഘാടകർ അറിയിച്ചെങ്കിലും പ്രതികൾ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. പുളിയത്തടുക്ക ടൗണിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. SDPI പ്രവർത്തകരാണ് സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തത്. ലഹരി, അടിപിടി കേസുകളിൽ പ്രതികളായവരും ചേർന്നാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയായിരുന്നു ഇത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. സന്ദേശയാത്ര ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് കളക്ടറേറ്റ് പരിസരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിന്റെ ഭാഗമായിരുന്നു വിവിധ കേന്ദ്രങ്ങളിലെ കുടുംബശ്രീയുടെ ഫ്ലാഷ് മോബ് അവതരണം. കാസർഗോഡ്. ഇന്റർനെറ്റിലെ പഴുതുകളും അതുപയോഗിക്കുന്നതിലെ അജ്ഞതയും മുതലെടുത്ത് ഹാക്കർമാർ തേർവാഴ്ച തുടരുകയാണ്. കോഴിക്കോട് കൊടിയത്തൂരിൽ വ്യാപാരിയുടെ ഫോൺ ഹാക്ക് ചെയ്ത വാർത്തയിലേക്കാണ് ഇനി. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ബിസിനസ്സുകാരനായിട്ടുള്ള പുലുകുന്നത്ത് റഷീദിന്റെ ഫോണാണ് ഹാക്ക് ചെയ്തത്. ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതോടെ ഹാക്കർമാരുടെ നിയന്ത്രണത്തിലായി. വെള്ളിയാഴ്ച രാവിലെയാണ് റഷീദിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശവും ഒരു ആപ്ലിക്കേഷനും എത്തിയത്. നിലവിൽ തന്റെ വാഹനത്തിന് ഒരു ഫൈൻ വന്നിട്ടുള്ളതിനാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്തതോടെ ഫോൺ മറ്റാരുടെയോ നിയന്ത്രണത്തിലായി. അപകടം മനസ്സിലാക്കി റഷീദ് ഉടൻ അക്കൗണ്ടിലെ പണം മാറ്റിയതിനാൽ പണം നഷ്ടമായില്ല. രാത്രിയാണ് RTOയുടെ പേരുള്ള ഒരു ഫയൽ എൻ്റെ ഫോണിലേക്ക് വരുന്നത്. ആ ഫയൽ ഞാനത് ഓപ്പൺ ചെയ്തു. ഈ ചലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പേരുള്ള ചലാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഫയൽ ഓപ്പൺ ആക്കിയിരുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഫയൽ ഓപ്പൺ ആക്കിയോടെ എൻ്റെ ഫോണ് ഹാക്ക് ചെയ്തു പോയി. പിന്നെ നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാനതൊന്നും കഴിയുന്നില്ല. അപ്പോൾ അതോടുകൂടി ഞാൻ പിന്നെ ഫോണ് റെഡി ആവുമെന്ന് വിചാരിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ നിരന്തരം നമ്മുടെ ഫോണിൽ നിന്ന് മറ്റുള്ള നമ്മുടെ നമ്പറിലുള്ള മുഴുവൻ ആളുകൾക്കും ഗ്രൂപ്പുകളിലേക്കും നിരന്തരം മെസ്സേജുകൾ, ഈ RTOയുടെ മെസ്സേജ് നിരന്തരം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷീദിന്റെ ഫോണിൽ നിന്ന് നാട്ടിലെ ഗ്രൂപ്പുകളിലേക്കും ഫോണിൽ സേവ് ചെയ്ത നമ്പറുകളിലേക്കും ഈ മെസ്സേജ് പോയതോടെ മറ്റു നിരവധി പേരുടെ ഫോണുകളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് റഷീദ് മുക്കം പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 കോഴിക്കോട്. ഒരു ഭാഗത്ത് ഹാക്കർമാരാണെങ്കിൽ മറ്റു ഭാഗത്ത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘങ്ങളാണ്. ഡിജിറ്റൽ അറസ്റ്റിനെതിരെ എത്ര മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കാര്യമായിട്ടുള്ള ഫലം ഉണ്ടായിട്ടില്ല എന്നാണ് കരുതേണ്ടത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായിട്ടുള്ള വൃദ്ധ ദമ്പതിമാർക്ക് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1.4 കോടി രൂപയാണ് നഷ്ടമായത്. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആണ് എന്ന് പരിചയപ്പെടുത്തി ഒരു ഫോൺ കോൾ വന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ വൃദ്ധ ദമ്പതികളാണ് തട്ടിപ്പിന് ഇരയായത്. ദമ്പതിമാരിൽ ഭാര്യയുടെ ഫോണിലേക്കാണ് തട്ടിപ്പ് സംഘത്തിന്റെ കോൾ വന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ ഇവരുടെ മൊബൈൽ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞത്. ഇതിന്റെ ഭാഗമായി അക്കൗണ്ടിലെ പണം പരിശോധിക്കണമെന്നും നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് ഇത് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. റിസർവ് ബാങ്കിന്റെ പരിശോധനയ്ക്കായാണ് ഇത് കൈമാറുന്നതെന്നും പരിശോധന പൂർത്തിയായാൽ പണം തിരികെ നൽകുമെന്നും പറഞ്ഞു. ഇതോടെ വയോധിക തന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന 90 ലക്ഷം രൂപ കൈമാറി. ഭർത്താവിന്റെ അക്കൗണ്ടിലെ പണവും സമാന രീതിയിൽ നൽകി. ആകെ 1,40 ലക്ഷം രൂപയാണ് ഇരുവരും കൈമാറിയത്.
പണം അക്കൗണ്ടിലേക്ക് കൈമാറി ഏറെ കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചില്ല. ഇതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത്. തുടർന്ന് ബന്ധു മുഖേന ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി വിവരം. 12 മണിക്കൂറാണ് അന്വേഷണ സംഘം പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പത്മകുമാറിന്റെ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ സുപ്രധാനമായ ചില രേഖകൾ കണ്ടെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ടാക്കുന്നതാണ് എന്നതാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇവർ തമ്മിൽ ചില ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന തുടരുന്നത്. മാത്രവുമല്ല, ഈ ശബരിമലയിൽ നിന്ന് 3 ഘട്ടങ്ങളിലായി മാറ്റിയ സ്വർണം അത് ഉരുക്കി എടുത്ത് മറിച്ച് വിറ്റതിലൂടെ ലഭിച്ച സാമ്പത്തിക ലാഭത്തിൽ നിന്നാണോ ഈ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് SIT വിശദമായി പരിശോധിക്കുന്നത്. അതോടൊപ്പമാണ് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴിയിലെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി പരിശോധന വ്യാപിപ്പിക്കുന്ന സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വൈകാതെ തന്നെ എ പത്മകുമാറിനെയും N വാസവനെയും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കൂടി SIT കടക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ 3 പേർക്കും വേണ്ടിയും ഒരുപക്ഷെ ഒരുമിച്ച് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കാം. അടുത്തയാഴ്ചയിലാണ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ടിൽ പത്മകുമാർ നൽകിയ മൊഴിയും ആ മൊഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുമടക്കം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടയിലാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ K ജയകുമാർ നിലവിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ബോർഡിന്റെ യോഗങ്ങൾക്കടക്കം കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ പരിഗണിക്കേണ്ട അജണ്ടയിലെ വിഷയങ്ങൾ എന്താണ് എന്ന കാര്യം നേരത്തെ തന്നെ പ്രസിഡന്റിനെ അറിയിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ അനുമതിയോടെ മാത്രമേ അത്തരം കാര്യങ്ങളിൽ ചർച്ച നടക്കാൻ പാടുള്ളൂ. അങ്ങനെ അനുമതി ലഭിക്കാത്ത വിഷയങ്ങൾ ബോർഡിന്റെ യോഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മിനിറ്റ്സ് രേഖകളിൽ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ചർച്ചകൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളിൽ ബോർഡ് അംഗങ്ങളുടെ അടക്കം ഉറപ്പുവരുത്തിയിരിക്കണം. അതിനുശേഷം അടുത്ത യോഗം ചേരുമ്പോൾ ആ കാര്യങ്ങൾ പരസ്യമായി തന്നെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുതുതായി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് തന്നെ ആരോപണങ്ങൾ നിറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമായി കടുത്ത നിലപാടിലേക്ക് പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കടന്നിരിക്കുന്നതെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. മുക്കം നീലേശ്വരത്ത് നിന്ന് 10 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതികളായ സഹോദരനെയും സഹോദരിയെയും ഒടുവിൽ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. 7 വർഷം തടവ് ശിക്ഷയും 40,000 രൂപ പിഴയുമാണ് ശിക്ഷ. 2020 മുക്കം മുത്തേരിയിൽ വയോധികയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിനിടയിലാണ് മുക്കം നീലേശ്വരത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശികളായിട്ടുള്ള ചന്ദ്രശേഖരൻ, സൂര്യ എന്നിവരെ പോലീസ് 10 കിലോ കഞ്ചാവുമായി പിടികൂടുന്നത്. ലഹരിക്കടത്തുകാരെ കോടതികൾ ശിക്ഷിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് നിർബാധം ലഹരി ഒഴുകുകയാണ്. അതിർത്തി വഴിയും അല്ലാതെയും എത്തുന്ന ലഹരി സംഘങ്ങളെ പിടികൂടുക എന്നത് നിയമപാലകർക്ക് ചെറിയ ജോലിയുമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ എക്സൈസും പോലീസും പൂർണ്ണ സജ്ജമാണ്. പോലീസ് പട്രോൾ പൂർണ്ണമാവുന്നു.